ഇതാണ് ദിമാപൂറിലെ ഓൾഡ് ബസാർ. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. പട്ടി, പൂച്ച, കടന്നലിൻ്റെ മുട്ട എല്ലാം കിട്ടും. ഇരിക്കുന്ന കടന്നലിൻ്റെ മുട്ടയാണ്. ഇത് കടന്നലിൻ്റെ മുട്ട. നാടൻ കോഴി, പ്രാവ്, പ്രാവിൻ്റെ കുഞ്ഞ്, എല്ലാം പ്രാവിൻ്റെ കുഞ്ഞാണ്. നാടൻ കോഴി, താറാവ്, ഇതെല്ലാം ഇറച്ചിക്ക് വേണ്ടിയുള്ളതാണ്. താറാവ്, പിന്നെ നമ്മുടെ കാടക്കോഴി, ഇതെല്ലാം ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതായത് എലികളാണ്. ഇതെല്ലാം ചിലർ വളർത്താൻ വേണ്ടി എടുക്കും, ചിലർ ഇറച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കും. താറാവ്, പിന്നെ ഇതാണുള്ള വെള്ള എലി. ഇത് വെള്ള എലി വളർത്താനും ഒക്കെ എടുക്കും. ഇത് വലുതാവും, ഒത്തിരി വലുതാവും, കുറച്ചുകൂടിയൊക്കെ വലുതാവും. ഇവിടെ എല്ലാം പട്ടിയും പൂച്ചയും എല്ലാം കിട്ടും. എല്ലാം കാണിക്കാം. ഒരു ഒറ്റയ്ക്ക് ഒരു കോഴിയിൽ നിന്ന് വിലസുവാണ് രാജാവിനെ പോലെ. താറാവ്, കാടക്കോഴി, ഇതെല്ലാം മുയൽ, എല്ലാം ഇറച്ചിക്ക് ഉപയോഗിക്കും പൊതുവെ. എല്ലാം ഉണക്കമീനാണ്. ഇത് എന്തൊക്കെയോ ഉണക്കമീനാണ് സംഭവം. നമ്മുടെ മീനാണ്. ദീദി സാമ്പ കഴിക്കാം. മച്ചി എന്നാ നമ്പ വല്ല മച്ചി മീനാണിത്. ഉണക്കമീനാണ്. ഉണക്കമീന്, ഇതെല്ലാം ഉണക്കമീനാണ്. ഭയങ്കരമായിട്ടുള്ള നാറ്റമാണ് അടിക്കുന്നത് മീനിൻ്റെ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയിലത്തെ നാറ്റമാണ്. തവള, കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വലുതാവും. അടുത്തിനി പട്ടിയെ കാണിക്കാം. പട്ടികൾ, കോഴി, ഇതാ കിടപ്പുണ്ട്. മെയിൻ ഐറ്റംസ് എല്ലാം പട്ടികളാണ്. കംപ്ലീറ്റ് പട്ടികളാണ്. ഇത് ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പട്ടികൾ. പട്ടികളൊന്നും കുരയ്ക്കില്ല, വായെല്ലാം കൂട്ടിക്കെട്ടിയിരിക്കുക. ഈ കിടക്കുന്ന എല്ലാം പട്ടി ഇറച്ചിക്ക് വേണ്ടിയുള്ള പട്ടികളാണ് മൊത്തം. ഇത് ദിമാപൂറിലെ ഓൾഡ് ബസാറാണത്. കോഴികൾ, വെള്ള എലികൾ, കളറെലി, കുറച്ചുകൂടെ വലുപ്പമുണ്ടത്. കാടക്കോഴി, പ്രാവ്, കോഴി, കരിങ്കോഴി, പട്ടിയിറച്ചി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഇത് പട്ടി ഇറച്ചിയാണ്, പട്ടിയുടെ ഇറച്ചിയാണിത്.
അവിടെ പോയി ഒരു അവസരം കിട്ടി നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്കിട്ട് സെൻഡ് ചെയ്ത് തരണം, വീട്ടിൽ അയച്ചു കൊടുക്കാം. അച്ഛനെ കണ്ട് പേടിപ്പിക്കുക.